നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ചിറയൻകീഴിൽ ഒരു 15 വയസ്സുകാരിയുടെ തല സമീപവാസികൾ അവരാണ് അക്രമം അഴിച്ചുവിട്ടത്. തല്ലിപ്പൊളിച്ചു. പോലീസിൽ പരാതി നൽകി. പക്ഷേ എവിടെയാണ് പോലീസ് നടപടി? ഇപ്പോഴും പോലീസിന് ആ പ്രതികളെ പറ്റി ഒരു വിവരവുമില്ല. എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ മൗനം പാലിക്കുന്നത്? വലിയ പ്രതിഷേധമുണ്ട് ആ നാട്ടുകാർക്ക്. ആദ്യം തന്നെ അതിലേക്ക് എത്താം. സ്വാഗതം ഒരിക്കൽ കൂടി. 4 മാസം ഗർഭിണിയും കൊലപാതക കാരണം സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമെന്ന് കുടുംബം. ഡൽഹി പോലീസിലെ സ്പെഷ്യൽ വെപ്പൺസ് ആൻഡ് ടാക്ടിക്സ് ഇതിൽ കമാൻഡോയാണ് കാജൽ ചൗധരി എന്ന 27-കാരി. അവരാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് അങ്കുറാണ് കാജലിനെ തലയ്ക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഡംബല് കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പ്രതിരോധ മന്ത്രാലയത്തിലെ ക്ലർക്കാണ് ഈ പറയുന്ന അങ്കുർ. കൊല്ലപ്പെട്ട സമയത്ത് 4 മാസം ഗർഭിണിയായിരുന്നു ആ പെൺകുട്ടി കാജൽ. ജനുവരി 22-ാം തീയതി രാത്രി 10 മണിയോട് കൂടിയാണ് കാജലിനെ ഈ അങ്കുർ ഡംബൽ കൊണ്ട് ആക്രമിക്കുന്നത്. സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി ചില തർക്കങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഡംബലിന്റെ അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ കാജലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചൊവ്വാഴ്ച മരണത്തിന് കീഴടങ്ങി. ഈ ആക്രമിക്കപ്പെട്ട ദിവസം കാജൽ തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന് സഹോദരനും, ഈ സഹോദരൻ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആണ് നിഖിൽ പറയുന്നുണ്ട്. വിളിച്ചിരുന്നത് മാത്രമല്ല, ഈ നിഖിലുമായി സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പിന്നിൽ നിന്നുള്ള ഡംബൽ കൊണ്ടുള്ള അടി വരുന്നത്. ഈ കാജൽ ഫോണിൽ താനുമായി സംസാരിച്ചുകൊണ്ടിരിക്കവേ അങ്കുർ ഡംബൽ കൊണ്ട് സഹോദരിയെ മർദ്ദിച്ചു എന്ന് നിഖിലിന് വ്യക്തമായി. കാജലിനെ ആക്രമിച്ച വിവരം ആ ഫോൺ എടുത്ത് അങ്കുർ തന്നെ പറഞ്ഞുവെന്ന് നിഖിൽ പറയുന്നു. അതായത് നിന്റെ സഹോദരിയെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്ന് അങ്കുർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു ആ ഫോൺ എടുത്തിട്ട് എന്നാണ് ആ സഹോദരൻ പറയുന്നത്. सर, ये जो शुरू हुआ वो शादी के पहले से ही हो चुका था. जैसे उनके घर वाले थे, जो उनका प्यार था, 5-6 साल का प्यार था आपस में. कॉलेज में पढ़ते थे तो ठीक है. उसके बाद शादी की बात आई. जैसे उससे पहले दोनों जॉब लग चुके थे. मेरी बहन दिल्ली पुलिस में लग चुकी थी और ये जो लड़का जो है CCSL के थ्रू क्लर्क लग चुका था डिफेंस डिपार्टमेंट. ठीक है. तो शादी पे बात आई. हम मना कर रहे थे अपनी बहन को कि नहीं करना है. तो मेरी बहन अड़ गई इस चीज़ पे कि करूँगी तो उसी से शादी करूँगी. और उसके घर वाले भी नहीं मान रहे थे कि भाई. तो उसने भी लड़ भिड़ के करी. मतलब दोनों का प्यार था, अच्छा खासा था. पर उसके बाद क्या हुआ, जैसे शादी हो गई हमारी, तो शादी से पहले कुछ दिन पहले 15 दिन पहले इसके पिताजी आए हमारे कि भाई हमारे लड़के की सरकारी जॉब लगी है और हमारे लड़के के लिए गाड़ी वाले रिश्ते आ रहे हैं और तुम क्या दोगे अब. तो हमें बहुत अटपटा लगा, मेरी मम्मी को बहुत अटपटा लगा, क्योंकि वही थी जो शादी में मेन थी. उन्होंने ऊपर होके सबसे शादी इसकी तय करी. ठीक है. तो उन्होंने बोला कि भाई निकला ऐसी बात है और मेरा मन नहीं करा शादी करने. तो मैंने बोला हाँ चल. फिर काजल से बात करी. काजल को भी बताई ये चीज़ें. तो काजल बोली कि भाई मैं तो करूँगी तो ये चीज़ें करूँगी. तो ऐसे ऐसे करके शादी हो गई. ഏതാണ്ട് 5 വർഷക്കാലം നീണ്ട പ്രണയത്തിന് ശേഷമാണ് കാജൽ അങ്കുറിനെ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തിന് മുമ്പ് തന്നെ സ്ത്രീധനത്തെ ചൊല്ലി ചില ഡിമാൻഡുകൾ അവർക്കുണ്ടായിരുന്നു. സർക്കാർ ജോലിക്കാരനാണ് അങ്കുർ. അതുകൊണ്ട് വലിയ കാറും സംവിധാനവും ഒക്കെ സ്ത്രീധനമായി ലഭിക്കുന്നുണ്ടെന്നൊക്കെ ഈ അങ്കുറിന്റെ വീട്ടുകാർ ഇവരോട് പറഞ്ഞിരുന്നു എന്നാണ് സഹോദരൻ തൊട്ടുമുമ്പ് പറഞ്ഞത്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം കാജലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ അങ്കുർ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ആക്രമണത്തിൽ യുവതിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2023-ലാണ്, അതായത് 3 വർഷം മുമ്പാണ് ഈ കാജലും അങ്കുറും വിവാഹിതരാവുന്നത്. പ്രണയിച്ച് 5 വർഷക്കാലം നീണ്ട പ്രണയം. അതിനുശേഷം അവർ ഒന്നായി. അങ്കുറും കുടുംബവും സ്ത്രീധനം ആവശ്യപ്പെട്ട് ഈ വിവാഹശേഷം തുടർച്ചയായി കാജലിനെ പീഡിപ്പിച്ചിരുന്നുവെന്ന് യുവതി പലപ്പോഴായി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്.
ഈ പ്രതിയുടെ മാതാവ് ഒപ്പം 2 സഹോദരിമാർ ഇവരാണ് പ്രധാനമായും സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം മർദ്ദിക്കാറുള്ളതെന്ന് കാജലിന്റെ പിതാവും ഒപ്പം ബന്ധുവും പറയും. मेरी बेटी की काजल की हत्या इसने अंकुर ने की है और वो भी दहेज के कारण कई बार उसने तंग भी पहले भी किया था और अब उसकी हत्या कर दी. आप कब पता लगा आपको उसने हत्या की है? मेरे को रात को 22 पता नहीं 23 तारीख में 22 तारीख को पता लगा. तो पैसों के लिए मारपीट करते थे दहेज के लिए वो? हाँ, पैसों के लिए मारपीट करते थे. उसने उसको बाइक तो हमने दे रखी थी, गाड़ी की मांग और कर रहे थे. वो बुलेट बाइक दे रखी थी. हाँ दिल्ली पुलिस में थी आपकी बेटी? जी, दिल्ली पुलिस में. सर हमारे दौरे तो 22 तारीख की रात में फोन आया था 9-10 बजे से लड़के के पास. मेरे को तो पता ही नहीं क्या बात हुई इनकी क्या नहीं. भाई उसने अस्पताल में जाने के बाद बताई लड़के ने मेरे को, भाई ऐसे ऐसे बोल रहा था फोन पे, मैं तेरी बहन को मारने लग रहा हूँ, अरे अपनी रिकॉर्ड कर ले, तेरे सबूत के काम आओगी. और ये बोल कर उसने फोन काट दिया. थोड़ी देर बाद फिर फोन करा, मेरे से मर गई है ये, मैंने मार दिया इसको. रोते हुए भाई तू आजा और एम्बुलेंस बुला दे. लड़के ने बोला तू देख इसमें सांस है कि नहीं. वो बोला मेरे तो नहीं पता इसमें सांस है कि ना है, लेकिन तू एम्बुलेंस कर दे. ये फोन कह के उन्हें फोन काट दिया. फिर मेरे को लड़का हमारे को यहाँ से ले गया हॉस्पिटल. 2-2.5 घंटे लगे हमने. യുവതിയുടെ മാതാപിതാക്കളിൽ നിന്ന് ഈ അങ്കൂർ പണം വാങ്ങിയതിന്റെ തെളിവുകളും ഇവരുടെ പക്കലുണ്ട്. അതായത് എപ്പോഴും ഈ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്ന് ബോധ്യപ്പെടുത്താനുള്ള തെളിവുകൾ അവരുടെ ഭാഗത്തുണ്ട് എന്ന് വ്യക്തം. അറസ്റ്റിലായ അങ്കൂറിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കാജലിനും അങ്കൂറിനും 1.5 വയസ്സുള്ള ഒരു മകനുമുണ്ട്. എന്താണെങ്കിലും ഡൽഹി പോലീസിലെ ഒരു കമാൻഡോ ആയിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഇത്തരത്തിൽ ദാരുണാന്ത്യം. ചെന്നൈയിൽ ബീഹാറിൽ നിന്നുള്ള 3 അംഗ കുടുംബം കൊല്ലപ്പെട്ടത് അത് വഴിത്തിരിവ് എന്താണെന്നോ പീഡന ശ്രമം തടയുന്നതിനിടെയാണ്. പ്രതികൾ 5 പേരും മരിച്ചയാളുടെ സുഹൃത്തുക്കൾ. ബീഹാർ സ്വദേശി ഗൗരവ് കുമാർ. ആ ഗൗരവ് കുമാറിന്റെ മൃതദേഹം അടയാറിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയതിൽ വലിയ വഴിത്തിരിവാണ് പിന്നീടുണ്ടായത്. ഇയാളുടെ ഭാര്യയെയും 2 വയസ്സുള്ള മകനെയും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള 5 അംഗ സംഘമാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കുട്ടിയുടെ മൃതദേഹം മധ്യ കൈലാസിൽ നിന്ന് കണ്ടെത്തി. പക്ഷേ ആ ഭാര്യയുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതിനായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചപ്പും ചവറും കൂത്തിയിടുന്ന വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഇടത്ത് ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെയാണ് പ്രതികൾ പറയുന്നത്. അവിടെ ഊർജിതമായ തെരച്ചിൽ നടക്കുകയാണ്. പക്ഷേ ഇനിയും ആ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബീഹാർ സ്വദേശികൾ തന്നെയാണ് ഈ പ്രതികൾ. അത് ഗൗരവിന്റെ അല്ലെങ്കിൽ ആ മരിച്ച ഭർത്താവിന്റെ സുഹൃത്തുക്കളാണ് 5 പേർ. 5 പേരും തൊഴിലാളികളായി എത്തിയതാണ് ചെന്നൈയിൽ. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിൽ നിന്ന് ജോലി തേടി കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഈ ഗൗരവ് കുമാറും ഈ ഭാര്യയും ആ കുഞ്ഞു മകനും ചെന്നൈയിലെത്തുന്നത്. അതിനിടയിലാണ് ഈ കൊലപാതകം. ഗൗരവിന്റെ ഭാര്യയ്ക്കെതിരെ സുഹൃത്തുക്കൾ നടത്തിയ ലൈംഗിക അതിക്രമ ശ്രമം അത് തടഞ്ഞതാണ് ആദ്യ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഗൗരവനെ കൊലപ്പെടുത്തി ആദ്യം, അതിനുശേഷം ഭാര്യയെ പീഡിപ്പിച്ചു കൊല്ലുകയായിരുന്നു. ഈ കുഞ്ഞു മകനുണ്ടല്ലോ, അവനെ നിലത്ത് അടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ഈ പ്രതികൾ പറഞ്ഞത്. മൃതദേഹങ്ങൾ ചാക്കുകളിലാക്കി പലയിടങ്ങളിൽ തള്ളിയെന്ന് ഈ അറസ്റ്റിലായ ശേഷം പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.
പക്ഷേ ഇപ്പോഴും ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച അടയാറിൽ നിന്നാണ് ഗൗരവ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയതെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഒരു മൊബൈൽ നമ്പർ കണ്ടെത്തിയിരുന്നു. ആ എഴുതിയൊരു കടലാസ്, ആ നമ്പറുമായി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, അതാണ് വഴിത്തിരിവായത്. ഗൗരവ് അടയാറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ചു പോയിരുന്നു. എന്നാൽ പക്ഷേ അവിടെ ഒഴിവില്ല എന്ന് അവർ അറിയിച്ചു. അങ്ങനെ പോലീസ് അടുത്ത അന്വേഷണത്തിലേക്ക് കടന്നു. പിന്നീട് മനസ്സിലായി ഗൗരവ് ഒരു പോളിടെക്നിക് കോളേജിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരുന്നുവെന്ന്. അവിടുത്തെ ക്യാമ്പസിലാണ് ഗൗരവ് കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്നത്. ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 5 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് കൂടുതൽ തെരച്ചിൽ നടത്തി. അങ്ങനെയാണ് ബുധനാഴ്ച പ്രതികളെ പിടികൂടുന്നത്. ഈ അപ്പാർട്ട്മെന്റിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഗൗരവിന്റെ മൃതദേഹം കണ്ടെത്തി. അതിനോട് സമീപമായി തന്നെ 2 പേർ ഒരു ഇരുചക്ര വാഹനത്തിൽ ചാക്കുകെട്ടുമായി എത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. അങ്ങനെയാണ് കേസിൽ തുമ്പുണ്ടാവുന്നത്. വണ്ടിയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബീഹാർ സ്വദേശികളായിട്ടുള്ള ആളുകൾ പിടിയിലായി. ഗൗരവന്റെ ഭാര്യയുടെ മൃതദേഹം മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുങ്കുടി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ബിൽഡറുടെ വീട്ടിൽ വൻ കവർച്ച. സ്വർണവും വെള്ളിയും വജ്രവും അടക്കം 18 കോടി രൂപ കവർന്ന നേപ്പാളി ദമ്പതികൾ. ബംഗളൂരുവിലെ ഒരു പ്രമുഖ ബിൽഡറുടെ വീട്ടിലാണ് ഈ വലിയ കവർച്ച നടന്നത്. എമലൂരുവിലെ കെമ്പപുര മെയിൻ റോഡിലുള്ള ബിൽഡറും ഡെവലപ്പറും ഒക്കെ ആയിട്ടുള്ള ഷിമന്തസ് അർജുൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാളുടെ വീട്ടിലാണ് ഞായറാഴ്ച ഈ വലിയ മോഷണം നടക്കുന്നത്. വീട്ടിൽ ജോലി ചെയ്തിരുന്ന നേപ്പാൾ സ്വദേശികളായിട്ടുള്ള ദിനേശും കമലയുമാണ് ഇങ്ങനെ മോഷണം നടത്തിയത്. ഇവരെ പിടികൂടാൻ ബംഗളൂരു പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് വീട്ടുജോലിക്കാർ നടത്തുന്ന മോഷണങ്ങൾ അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു കവർച്ച അത് ആദ്യമായിട്ടാണ് എന്നാണ് പോലീസ് പറയുന്നത്. മറാത്തഹള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ശ്രീമന്ത് ഭാര്യയ്ക്കും മകനും മാതാപിതാക്കളുമൊപ്പം ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ ഭൂമി പൂജയ്ക്കായി പോയിരുന്നു. ആ സമയത്താണ് ഇവർ ചേർന്ന് മോഷണം നടത്തിയത്. FIR-ൽ പറയുന്നത് എന്തെന്നോ, ഈ വീട്ടുകാർ പുറത്തുപോയ ശേഷം ദിനേശും കമലയും ഈ നേപ്പാളി ദമ്പതികൾ അവരുടെ സഹായികളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറുകയാണ്. മോഷണം നടത്തുന്നതിനിടെ ഉച്ചയ്ക്ക് 12:38 ഇതേ വീട്ടിലെ തന്നെ മറ്റൊരു ജോലിക്കാരിയായിട്ടുള്ള അംബിക എന്ന സ്ത്രീ അവരിത് കാണുകയാണ്. അവർ ഉടൻ തന്നെ ശ്രീമന്തിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. ഉടനടി മോഷ്ടാക്കൾ കിട്ടിയ കവർന്നെടുത്ത വസ്തുക്കളെല്ലാമായി സ്ഥലം വിട്ടു. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചാണ് വീടിന്റെ താഴത്തെ നിലയിലുള്ള അലമാര തകർത്തത്. അതിൽ നിന്ന് ഏകദേശം 10 കിലോ സ്വർണവും വജ്രാഭരണങ്ങളും മോഷ്ടിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യ നിലയിലെ കിടപ്പുമുറിയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ചില അമൂല്യ വസ്തുക്കൾ, അതിൽ 1.5 കിലോ സ്വർണമുണ്ട്, 5 കിലോ വെള്ളി ആഭരണങ്ങളുണ്ട്, ഏതാണ്ട് 11.5 ലക്ഷം രൂപയുണ്ട്. ഇതും നഷ്ടപ്പെട്ടു. ഈ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ആകെ കൂടി ഏകദേശം 17.74 കോടി രൂപ വിലമതിക്കുന്നതാണെന്ന് പറയുന്നു. 11.5 കിലോ സ്വർണവും വജ്രാഭരണങ്ങളും 14.6 ലക്ഷം രൂപ വിലമതിക്കുന്ന 5 കിലോ വെള്ളിയും ഇതൊക്കെ വേറെയാണ്. മൊത്തം 18 കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് വീട്ടുടമസ്ഥർ പറയുന്നത്. എന്താണെങ്കിലും കവർച്ചയ്ക്ക് 20 ദിവസം മുമ്പാണ് പ്രതികൾ ഈ വീട്ടുജോലിക്കായി പ്രവേശിച്ചത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും അവർ പഠിച്ചു. അവരുടെ ചലനങ്ങളും അവരുടെ രീതികളും ദിനചര്യകളും ഒക്കെ നിരീക്ഷിച്ചാണ് ഇവർ ഇങ്ങനെയൊരു വലിയ മോഷണം ആസൂത്രണം ചെയ്യുന്നത്.
നടലും പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാനം വിട്ട് കളഞ്ഞിട്ടുണ്ടാകാം ഈ നേപ്പാളികൾ എന്നാണ് പോലീസിന്റെ നിഗമനം. നടലും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 306 പ്രകാരം ദിനേശിനും കമലയ്ക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ബംഗളൂരു പോലീസ്. തുല്യതാപന സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.